എങ്ങനെയാണ് ഈ EV ചാർജിംഗ് സ്റ്റേഷനുകളിൽ നമ്മുടെ വാഹനം ചാർജ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചാണ് ഈ വീഡിയോ. നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും EV ചാർജിംഗ് സ്റ്റേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൽ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനമുള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. വ്യത്യസ്ത കമ്പനികളുടെ വ്യത്യസ്ത ആപ്പുകളായിരിക്കും ഉള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് തൊട്ടടുത്ത് ചാർജിംഗ് സ്റ്റേഷനുകൾ ഉള്ളത് എന്ന് ലൊക്കേഷൻ സഹിതം ഇതിലൂടെ നമുക്ക് കാണിച്ചു തരും. നമ്മൾ വാഹനം ഈ ചാർജിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിയാൽ നമ്മൾ ചെയ്യേണ്ടത് സുരക്ഷിതമായി ഈ ചാർജിംഗ് സ്റ്റേഷനുകളിൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടി ഓഫാക്കാൻ മറക്കരുത്. വണ്ടി ഓഫാക്കിയതിന് ശേഷം നമ്മുടെ ചാർജിങ് ചെയ്യുവാനുള്ള ആ പോർട്ട് ഓപ്പണാക്കുക എന്നുള്ളതാണ്. എല്ലാ വാഹനങ്ങളുടെയും മുൻഭാഗത്തായിരിക്കും ഈ പോർട്ട് ഉണ്ടാവുക. അത് മാറ്റിയതിന് ശേഷം ചാർജിങ് സ്റ്റേഷനുകളിലെ ഗണ്ണ്, നമ്മുടെ പെട്രോൾ പമ്പിലൊക്കെ ഘടിപ്പിക്കുന്നത് പോലെയുള്ള പെട്രോൾ അടിക്കുന്ന കണക്കത്തെ ഗണ്ണാണ്. ഈ ഗണ്ണ് കൊണ്ടുവന്ന് ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്ത് നമുക്ക് ചാർജ് ചെയ്യേണ്ട അവിടെ പ്ലഗ് ചെയ്യുക. പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ മിഷൻ ഓൺ ആയിരിക്കും. നമ്മുടെ മൊബൈൽ ആപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ആപ്പിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുത്താൽ ഉടൻ തന്നെ ചാർജിങ് ആരംഭിക്കും. ചാർജിങ് ആരംഭിക്കുമ്പോൾ നമ്മുടെ പണമൊക്കെ കൊടുക്കേണ്ടത് നമുക്ക് ഗൂഗിൾ പേ വഴി ഓട്ടോമാറ്റിക്കലി കട്ടായിക്കൊള്ളും. നമ്മൾ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. നമ്മൾ എത്ര രൂപയ്ക്കാണോ ചാർജ് ചെയ്യുന്നത് അത്രയും രൂപ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓൺലൈനായി തന്നെ കട്ടാവുകയും ചെയ്യും. ഇത് ഇങ്ങനെയാണ് ഈ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് പണം നൽകേണ്ടത്. ഇനി നമ്മൾക്ക് അത്തരത്തിൽ കൊടുക്കാനായിട്ട് പണം ഓൺലൈനിൽ ഇല്ല എങ്കിൽ അവിടെ QR കോഡ് ഉണ്ടാവും. അതുവഴി നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഏകദേശം 80% അല്ല 90% ഒക്കെ ആകുമ്പോൾ 80% ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് മൊബൈലിലൂടെ തന്നെ ഈ സാധനം ചാർജിങ് നിർത്തിവെക്കാനും സ്റ്റോപ്പ് കൊടുക്കാനും സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. അത് 10, 15, 20 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം ചാർജ് ചെയ്ത് എടുക്കാൻ കഴിയും.